ഹായ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ മക്കളെ? ആ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെന്റ് കോൺസെപ്റ്റുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാം. ഇതിലെന്നേ റെസിപ്രോക്കൽ ടീച്ചിങ് അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളാണ് പറയുന്നത്. ഇനിയിപ്പോ യൂട്യൂബ് ക്ലാസ്സസ് ഇനി സൈക്കോളജിയുടെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിൽ ഫീസ് അടച്ചിട്ട് ക്ലാസ് കിട്ടേണ്ടി വരും കേട്ടോ. ഡീറ്റെയിൽഡ് ക്ലാസ് ഒക്കെ കിട്ടേണ്ടി വരും. അപ്പോൾ ഇതിൽ കുറയാനാണ് സാധ്യത. ഇനി ആഴ്ചയിലെ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും ഈ നേരത്ത്. പക്ഷെ ജനറൽ ടോപ്പിക്സിലേക്ക് പോകും, സയൻസ് അങ്ങനത്തെ ടോപ്പിക്സിൽ പോകും. അപ്പൊ സൈക്കോളജി ക്ലാസ് ഡീറ്റെയിൽ വേണ്ട ആളുകൾ എന്ത് ചെയ്യണം, അൺഅക്കാഡമിയിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യുക. അൺഅക്കാഡമി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ പൈസ അടച്ചിട്ട് ചേരേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യുക, 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ. അപ്പൊ അതിൽ യൂസ് റെഫറൽ കോഡ് സുമി രാജേഷ് എന്ന് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ അധ്യാപനം എന്ന് പറയും. പ്രതിക്രിയ അധ്യാപനം കേട്ടോ. അപ്പൊ നമ്മള് ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ്, അതിന്റെ സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. Reciprocal teaching refers to an instructional activity in which students become the teacher in small group reading sessions. അതൊന്ന് എഴുതിയെടുത്തോ, എല്ലാവരും എഴുതിയെടുത്തോ. Reciprocal teaching refers to an instructional activity in which students become the teacher in small group reading sessions. Teachers model then help students learn to guide group discussion using 4 strategies: summarizing, questioning, question generating, clarifying and predicting. അതായത് കുട്ടികൾ തന്നെ എന്താണ് വായന പരിശീലിപ്പിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഇവിടെ ടീച്ചർ ആവുന്നത്. അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് വായന എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പരിപോഷിപ്പിക്കണം. വായന എന്ന് പറയുന്നത് അതിലെ ആ പരിപാടി എന്ത് ചെയ്യണം, പരിപോഷിപ്പിക്കണം അല്ലെ? അതിനാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. തന്നെ ഇനി ഇത് ഈ റെസിപ്രോക്കൽ ടീച്ചിങ് ആരാണ് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാല്, ഇയാളുടെ പേര് കണ്ടോ അവിടെ, ഒരു പാലിൻസർ എന്ന് കണ്ടോ. പാലിൻസർ ആണ് റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പേര് കേട്ടോ. പാലിൻസർ എന്നാണ് പേര്. നിങ്ങൾ റെസിപ്രോക്കൽ ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വായന പരിപോഷിപ്പിക്കുന്നുള്ള ഒരു മാർഗമാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇയാളുടെ പേര് മനസ്സിലാക്കുക. പാലിൻസർ ആണ് ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താ, പ്രതിക്രിയ അധ്യാപനം എന്നാണ് കേട്ടോ. അപ്പൊ അധ്യാപനവുമായിട്ടൊരു ബന്ധം എന്നൊന്നും പറയാനില്ല. കുട്ടികൾ തന്നെ ഒരു അധ്യാപകരായിട്ട് മാറുന്നു, അത്രത്തേ ഉള്ളൂ. അതായത് വായന പരിപോഷിപ്പിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങള് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം, PSC അല്ലേ. അതുകൊണ്ട് ഇതിന്റെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ഡെഫിനേഷൻ ഒന്ന് എഴുതിക്കുക. പാലിൻസർ പറഞ്ഞ ഡെഫിനേഷൻസ് അത് ഇംഗ്ലീഷിലാണെങ്കിൽ എഴുതി വയ്ക്കുക. പാലിൻസർ refers reciprocal teaching to an instructional activity that take place in the form of dialogue between teachers and students in which a participant takes turns assuming the role of a teacher. കണ്ട, ഇതിൽ കുട്ടികൾ തന്നെയാണ് ടീച്ചറുടെ റോള് എടുക്കുന്നത്. ഒന്നും കൂടെ വായിക്കാം. പാലിൻസർ refers reciprocal teaching to an instructional activity that take place in the form of a dialogue between teachers and students in which a participant takes turns assuming the role of a teacher.
ക്ലിയർ അല്ലേ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ അത്? ദെൻ നെക്സ്റ്റ് ഇതില് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസിപ്രോക്കൽ ഇതില് ടീച്ചിങ്ങില് ഇതില് സ്റ്റെപ്പാണ് പറയുന്നത്. ആ സ്റ്റെപ്പില് 4 സ്ട്രാറ്റജിയാണ് കൊടുക്കുന്നത്. അതില് ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ റെസിപ്രോക്കൽ ടീച്ചിങ്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ദ സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻ റെസിപ്രോക്കൽ ടീച്ചിങ് സംടൈംസ് കോൾഡ് ദ ഫാബ് 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ് 4. അപ്പൊ ഇങ്ങനെ കണ്ടു. ഫാബ് 4 എന്ന് കണ്ടാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് കേട്ടോ. ഫാബ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. അതിൽ എന്താണ് ഈ ഫാബ് 4 എന്ന് പറയുന്നത്? സമ്മറൈസിങ്, പിന്നെ ക്വസ്റ്റ്യനിങ്, പ്രിഡിക്റ്റിംഗ്, ക്ലാരിഫൈങ്. ഇതാണ് ഈ ഫാബ് 4 എന്ന് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിങ്, പ്രിഡിക്റ്റിംഗ് ആൻഡ് ക്ലാരിഫൈയിങ് ആണ്. ഓക്കെ അല്ലേ? ദ സ്ട്രാറ്റജീസ് വർക്ക് ഇൻ ടാൻഡം ടു ഡ്രമാറ്റിക്കലി ഇൻക്രീസ് കോംപ്രഹെൻഷൻ. റീഡിംഗ് സ്കില്ല് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പൊ ഫാബ് 4 എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രിഡിക്റ്റിംഗ്, ക്ലാരിഫൈയിങ്, ഇതൊക്കെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഈ യൂട്യൂബിൽ ഇങ്ങനെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷെയർ ചെയ്തില്ലെങ്കിൽ എന്താണ്? ഇപ്പൊ അവർ നിർത്താൻ പോവാണ്. അതായത് സൈക്കോളജിയുടെ ക്ലാസ് കുറയ്ക്കാൻ പോവാണ്. അപ്പൊ ശരിക്കും ഇനി പൈസ അടച്ചിട്ട് കിട്ടുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ക്ലാസ് കിട്ടുള്ളൂ. സൈക്കോളജിയുടെ ക്ലാസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം, അങ്ങനല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ലോക്ക്ഡൌണിന്റെ കാലത്ത് കറക്റ്റായിട്ട് ക്ലാസ് കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ റഫറൽ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതെന്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് കുറച്ച് പൈസ അടയ്ക്കേണ്ടി വരും ക്ലാസ്സിൽ കയറണമെങ്കിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുക. ഗൂഗിൾ പേ വഴി ചെയ്യാം. അപ്പൊ ദ 4 സ്ട്രാറ്റജീസ് ആണ് സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രിഡിക്റ്റിംഗ് ആൻഡ് ക്ലാരിഫൈയിങ്. ദ സ്ട്രാറ്റജീസ് വർക്ക് ഇൻ ടാൻഡം ടു ഡ്രമാറ്റിക്കലി ഇൻക്രീസ് കോംപ്രഹെൻഷൻ. കേട്ടോ? അപ്പൊ ആ കോംപ്രഹെൻഷൻ, അതായത് റീഡിങ് സ്കില്ല് ഇൻക്രീസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിപ്രോക്കൽ ടീച്ചിങ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നയോ? എന്തായാലും അടുത്ത മാസത്തോട് അവസാനം എന്തായാലും തീരുമാനമായിരിക്കും. കൊറോണയുടെ കേസൊക്കെ സ്കൂൾ എപ്പോഴാ തുറക്കാന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഇക്കൊല്ലം ഉണ്ടാവില്ല എന്നാ പരീക്ഷ പറഞ്ഞത്. ഇപ്പൊ മൻസൂർ അലി സാറൊക്കെ പറഞ്ഞത്. ജനുവരി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ജനുവരിയിലും നടക്കില്ല. എന്തായാലും LDC എക്സാം ഒക്കെ പറഞ്ഞാൽ 10-15 ലക്ഷം ആളുകളൊക്കെ എഴുതുന്ന എക്സാം ആണല്ലോ. ആ എക്സാമിനെ പറ്റിയിട്ട് നമ്മൾ അത് നടക്കണം ആദ്യം. അത് നടന്നാൽ പിന്നെ അറിയാം ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എഴുതിയെടുത്തോ? 4 സ്ട്രാറ്റജീസ് ആണ് കേട്ടോ. അപ്പൊ നോക്കുക, എന്താണ് ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മറൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. ഇവിടം വരെ എഴുതിയെടുത്താൽ മതി കേട്ടോ. ഈ സമ്മറൈസിങ്ങിന്റെ ഇവിടെ വരെ എഴുതിയെടുത്താൽ മതി. ഓക്കെ. സമ്മറൈസിങ് ഈസ് എ വൈറ്റൽ ദോ സംടൈംസ് ചാലഞ്ചിങ് skill for readers of all ages. It requires that students use summarizing strategy to pick out the main idea and key points of the text. Then the students must put that information together in order to concisely explaining the meaning and the content of the passage in their own words. എന്താണ് സമ്മറൈസിങ്? അപ്പൊ നമ്മൾ പറഞ്ഞ ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സമ്മറൈസിങ് ആണ്. ഈ സമ്മറൈസിങ്ങിന്റെ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താൽ മതി. സമ്മറൈസിങ് ഈസ് എ വൈറ്റൽ though sometimes challenging skill for readers of all ages. It requires that students use a summarizing strategy
ടു പിക്ക് ഔട്ട് ദ മെയിൻ ഐഡിയ ആൻഡ് കീ പോയിന്റ് ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് കളക്ട് ചെയ്യുന്നു. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇതിന്റെ കണ്ടന്റ് പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ സമ്മറൈസിങ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. Then അടുത്തതാണ് questioning. Questioning the text helps the students develop critical thinking skills. Model this skill by asking questions that encourage students to dig deep and analysis rather than summarize. ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ വായിച്ചൊരു പാരഗ്രാഫ് വായിക്കാൻ കൊടുത്തിട്ടേ ഇതിപ്പോ ആദ്യം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരഗ്രാഫുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യും. അതിനുശേഷം എന്തൊക്കെയാണ് ചോദ്യങ്ങൾ രൂപീകരിക്കുന്ന സ്റ്റെപ്പാണ് അടുത്തത് ക്വസ്റ്റ്യനിങ്. ദ ടെക്സ്റ്റ് ഹെൽപ്പ് ദ സ്റ്റുഡന്റ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. എങ്ങനെയായി, എന്താണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്, ക്വസ്റ്റ്യനിങ്ങിൽ വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സമ്മറൈസിങ് ആണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് ക്വസ്റ്റ്യനിങ് ആണ്. ഓക്കെ, ദെൻ പ്രെഡിക്റ്റിംഗ് അടുത്താണ്. അപ്പൊ സമ്മറൈസിങ് പറഞ്ഞു, ക്വസ്റ്റ്യനിങ് കഴിഞ്ഞ് പിന്നത്തെ പ്രെഡിക്റ്റിംഗ് ആണ്. ഇപ്പൊ നമ്മള് ഇത് സ്റ്റെപ്പുകൾ പോലെ ഇപ്പൊ പ്രോബ്ലം സോൾവിങ്ങിന്റെ സ്റ്റെപ്പ് നമ്മൾ പഠിക്കില്ലേ, അതേപോലെ തന്നെ ഈ റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പ് നിങ്ങൾ എവിടെയെങ്കിലും സൈഡിൽ നോട്ടായിട്ട് എഴുതിയിടുക കേട്ടോ. സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്. അടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് വരുന്നത് പ്രെഡിക്റ്റിംഗ് ആണ്. Predicting is the skill of making an educated guess. Students can develop this skill by looking for clues in order to figure out what will happen next in the text or what the story main message. അപ്പൊ എന്താണ് അടുത്തത്, ഇതിൽ നിന്നും കിട്ടാൻ പോകുന്ന മെസ്സേജ് എന്താണ്, പഠിക്കുന്ന ഭാഗത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു പരികൽപ്പനയാണ് പ്രെഡിക്റ്റിംഗ് എന്ന് പറയാം കേട്ടോ. അപ്പൊ സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രെഡിക്റ്റിംഗ്. ഞാൻ പറഞ്ഞു, വീണ്ടും പറയാണ്, ഇതിന്റെ കണ്ടന്റ് ഉള്ളിലുള്ളത് മനസ്സിലാക്കിയില്ലെങ്കിലും ഇതിന്റെ പുറന്തോടില്ലേ, അതായത് സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രെഡിക്റ്റിംഗ്, ആ ഓർഡറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ക്ലിയർ? ദെൻ അടുത്ത് ക്ലാരിഫയിങ് ആണ്. അപ്പൊ 4 ഫാബ് ഇസ് റിലേറ്റഡ് വിത്ത് എന്താണ്, റെസിപ്രോക്കൽ ടീച്ചിങ്. ലാസ്റ്റ് വൺ ക്ലാരിഫയിങ് ഇൻവോൾവ് യൂസിങ് സ്ട്രാറ്റജീസ് ടു അണ്ടർസ്റ്റാൻഡ് അൺഫാമിലിയർ വേർഡ്സ് ആൻഡ് ഓർ കോംപ്ലിക്കേറ്റഡ് ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളില്ലേ, അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ടെക്സ്റ്റിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം സമ്മറൈസ് ചെയ്ത് പറയും, രണ്ടാമത്തത് ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ മൂന്നാമത്തത് എന്തിട്ട് പറഞ്ഞത് നമ്മള്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, പ്രെഡിക്റ്റ് ചെയ്യാണ്, എന്താണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നാലാമത്തത് ആ പാഠഭാഗം വായിച്ചതിന് ശേഷം അവിടെ നിന്ന് എന്താണോ കിട്ടാത്തത് അത് അനാലിസിസ് ചെയ്യും. അതാണ് നാലാമത്തെ ഭാഗം. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, റെസിപ്രോക്കൽ ടീച്ചിങ്ങിന്റെ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് 4 സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് 4 ഫാബ് എന്നാണ്, ഫാബ് 4 എന്നാണ് അറിയപ്പെടുക. പിന്നെ എന്താണ്, ഒന്ന് സമ്മറൈസിങ് ആണ്, രണ്ടാമത്തത് ക്വസ്റ്റ്യനിങ് ആണ്, നമ്മള് പ്രെഡിക്റ്റിംഗ് ആണ്, അടുത്തത് എന്താണ്, ക്ലാരിഫയിങ് ആണ്. നമ്മൾ ബേസിക്കലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് പാരഗ്രാഫ് വായനാ രീതി കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അതിന്റെ കർത്താവ് എന്ന് പറയുന്നത് പാലിൻസർ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലാസ്സിലാണ്. ഓക്കെ, അടുത്ത് സ്റ്റേജസ് ഓഫ് റെസിപ്രോക്കൽ ടീച്ചിങ്. സ്റ്റേജസ് ഒന്ന് എഴുതി വയ്ക്കുക. ഒന്നാമത്തെ സ്റ്റേജ് ആണ് ടീച്ചർ ഡെമോൺസ്ട്രേഷൻ. ആദ്യം ടീച്ചർ കാണിക്കും, പിന്നെ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്, പിന്നെ ടീച്ചർ സ്റ്റുഡന്റ് ഗ്രൂപ്പ്, പിന്നെ സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ. ഇങ്ങനെ 5 സ്റ്റേജുകൾ ഉണ്ട് കേട്ടോ. അതൊന്ന് എഴുതി വയ്ക്കുക എല്ലാവരും. സ്റ്റേജ് 1 ടീച്ചർ ഡെമോൺസ്ട്രേഷൻ. ആദ്യം നമ്മുടെ ടീച്ചർ കാണിച്ചു തരും, പിന്നെ സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്, പിന്നെ ടീച്ചർ സ്റ്റുഡന്റ് ഗ്രൂപ്പ്, പിന്നെ സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ. പിന്നെ അത് ടീച്ചറുടെ റോള് മൊത്തം എന്താണ്, കുട്ടികളിലേക്ക് പോകുന്നു മാത്രം മനസ്സിലാക്കിയാൽ. ഈ സ്റ്റേജ് പഠിച്ചില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, എന്നാലും എഴുതിയെടുത്തോളൂ. സ്റ്റേജ് 1 ടീച്ചർ ഡെമോൺസ്ട്രേഷൻ. സ്റ്റേജ് 2 എന്താണ്, സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്.
തന്നെ മൂന്നാമത്തെ സ്റ്റേജാണ് ടീച്ചർ സ്റ്റുഡന്റ് ഗ്രൂപ്പ്. നാലാമത്തെ സ്റ്റേജാണ് സ്റ്റുഡന്റ് ഗ്രൂപ്പ്. അടുത്തതാണ് സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത്. ഓക്കെ, ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. എന്താണ് കോൺസെപ്റ്റ് മാപ്പിംഗ്? കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് വെച്ചാൽ ആശയഭൂപടം എന്ന് പറയും. ആശയഭൂപടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിത് കാണിച്ചു തരാം. ഇതിലൊരു ചിത്രം കാണിക്കണില്ലേ, ഇതാണ് കോൺസെപ്റ്റ് മാപ്പ്. ഏകദേശം ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഇതിലിപ്പോ എന്താണ് ഓരോരോ ഇന്നത് ഇതിലേക്ക് പോകുന്നുള്ള ശാഖകളായിട്ട് തിരിയുന്നുണ്ട് അല്ലേ? അതായത് നമ്മൾ ഫാമിലി ട്രീ പഠിക്കുമ്പോ അച്ഛൻ, അമ്മ, പിന്നെ കുട്ടികള് അല്ലെ, ഏറ്റവും മുകളിൽ മുത്തച്ഛൻ ഉണ്ടാവും, മുത്തശ്ശി ഉണ്ടാവും. അപ്പൊ അത് ബന്ധങ്ങൾ വിവരിക്കാനാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഉള്ളൊരു ഭൂപടത്തിനെയാണ്, ആശയം വ്യക്തമാക്കുന്ന ഭൂപടത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആശയ ഭൂപടം. ഈ ഇതിന്റെ വക്താവ് ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച് ആണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ അധികാര വികേന്ദ്രീകരണം അല്ലെ, സെൻട്രൽ ടു സ്റ്റേറ്റ്, അതേപോലെ നമ്മളുടെ ഫ്രാൻസിലത്തെ പഠിക്കുമ്പോൾ അവിടുത്തെ ഭരണവ്യവസ്ഥ പഠിക്കുമ്പോൾ അല്ലേ, പ്രഭുക്കന്മാര്, കർഷകർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പഠിക്കൂലേ, അടിയിലേക്ക് ഇങ്ങനെ പഠിക്കൂലേ, അതാണ്. A concept map is a visual organization. A concept map is a visual organization and representation of knowledge. It shows the concept and ideas, not the relationship among them. You create a concept map by writing keywords, sometimes enclosed in shape. പല ഷേപ്പ് ഉപയോഗിച്ചിട്ടുള്ള സർക്കിളോ ബോക്സോ ട്രയാങ്കിളോ ഒക്കെ ഉപയോഗിക്കാം. നമ്മള് ഈ ടീച്ചർമാരൊക്കെ നമ്മള് പഠിക്കുമ്പോ ചാർട്ടൊക്കെ വരയ്ക്കാൻ പഠിക്കുമ്പോ പലതരത്തിലുള്ള ചാർട്ട് പഠിക്കില്ലേ. ഇപ്പൊ ട്രീ ചാർട്ട്, അങ്ങനത്തെ ചാർട്ടുകളൊക്കെ പഠിക്കാറില്ലേ. അപ്പൊ അതിലൊക്കെ എന്താണ് കോൺസെപ്റ്റ് മാപ്പ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഭക്ഷണ ശൃംഖല, നമ്മുടെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിനെ വല്ല ഓന്ത് തിന്നുന്നു, ഓന്തിനെ പരുന്ത് തിന്നുന്നു, പരുന്തിനെ പാമ്പ് തിന്നുന്നു അല്ലെ. അങ്ങനെ ഇതൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന എക്സാം ആണ് കേട്ടോ അത്. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞ ആശയഭൂപടം. അപ്പൊ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പാലിൻസർ ആണ്. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയായിരിക്കും ഒരു കോൺസെപ്റ്റ് മാപ്പ് കാണുന്നത്. ദെൻ നോക്കുക, ഇനി മുന്താസ് ചോദിച്ച സംഭവമാണ് അല്ല, മുന്താസ് അല്ലേ ചോദിച്ച ലേണിംഗ് ആസ് എൻ അസസ്മെന്റ് ഫോർ ലേണിംഗ് ഒക്കെ പറഞ്ഞത്. ജോസഫ് ടി നൊവാക് ആണ് കേട്ടോ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് ആൻഡ് അസസ്മെന്റ് ഫോർ ലേണിംഗ്? അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് അസസ്മെന്റ് ഇൻഫർമേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ടീച്ചിങ്. നമ്മൾ ഈ സമ്മേറ്റീവ് വാല്യുവേഷൻ ഒക്കെ പറയില്ലേ, അതേപോലെ കേട്ടോ. ആൻഡ് ലേണിംഗ് പ്രോസസ് ടു റാങ്ക് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ലെവൽസ് അഗേൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്. അത് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എംബഡ്സ് അസസ്മെന്റ് പ്രോസസ് ത്രൂ ഔട്ട് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ആണ് കേട്ടോ. അപ്പൊ ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഉണ്ടാവും. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ സംഭവം തീർത്തതിന് ശേഷം മാത്രം അസസ്മെന്റ് നടത്തുള്ളൂ. ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ പോലെ, മറ്റേതെന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ് വാല്യുവേഷൻ ടൈപ്പ്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? അപ്പൊ അതൊന്ന് എഴുതിയെടുത്തോളൂ. ക്ലിയർ ആണെങ്കിൽ അത് എഴുതിയെടുത്തോളൂ. അസസ്മെന്റ് ഓഫ് ലേണിംഗ് ഇൻവോൾവ്സ് ലുക്കിംഗ് അറ്റ് അസസ്മെന്റ് ഇൻഫർമേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ടു റാങ്ക് സ്റ്റുഡൻസ് അച്ചീവ്മെന്റ് ലെവൽസ് അഗേൻസ്റ്റ് സ്റ്റാൻഡേർഡ്. അസസ്മെന്റ് ഫോർ ലേണിംഗ് എംബഡ്സ് അസസ്മെന്റ് പ്രോസസ് ത്രൂ ഔട്ട് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ടു കോൺസ്റ്റന്റ്ലി അഡ്ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. ഓക്കെ, ക്ലിയർ?
ഓക്കെ അല്ലേ? ഞാൻ ഇതിലില്ലാത്ത ഒരു സംഭവം പറയണം, കുറച്ച് സമയം കൂടി ഉണ്ട് നമുക്ക്. അപ്പൊ ആൽബർട്ട് ബന്ദുരനെ പറ്റിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. ആൽബർട്ട് ബന്ദുരനെ പറ്റിയിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ആൽബർട്ട് ബന്ദുരനെ പറ്റിയിട്ട് അറിയാം? ഇപ്പോ ആൽബർട്ട് ബന്ദുരയുടെ എന്താണ് ഒബ്സർവേഷണൽ ലേണിംഗിന്റെ പിതാവാണ്, അല്ലെങ്കിൽ എന്താണ് നിരീക്ഷണ പഠനത്തിന്റെ വക്താവാണ്. പിന്നെന്താണ് സോഷ്യൽ ലേണിംഗ് അല്ലെ. ആൽബർട്ട് ബന്ദുര അതൊക്കെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആൽബർട്ട് ബന്ദുര സോഷ്യൽ ലേണിംഗ്, അതേപോലെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെ. പിന്നെ ബോബോ പാവ പരീക്ഷണം എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഉണ്ട്. ബോബോ പാവ പരീക്ഷണം കേട്ടോ, ബോബോ പാവ. ഇപ്പൊ നിങ്ങൾ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, എഴുതിയെടുക്കാത്. ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രക്രിയകൾ ചോദിച്ചിട്ട് ഈ പ്രക്രിയകളൊക്കെ അങ്ങോട്ട് തലങ്ങും വിലങ്ങൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നേരിട്ടുള്ളത് ഞാനിപ്പോ പറയില്ല, നിങ്ങളോട് ചോദ്യം ഒന്നും ചോദിക്കണില്ല, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. അത് ആൽബർട്ട് ബന്ദുരയുടെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുക. ആൽബർട്ട് ബന്ദുരയുടെ നിരീക്ഷണ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രക്രിയകൾ ഏതാണെന്നാണ് കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒന്നാമത്തേതാണ് ശ്രദ്ധ എന്ന് പറയാ. ശ്രദ്ധ, അറ്റൻഷൻ. ആദ്യത്തെ എഴുതേണ്ടത് എന്താണ്? അറ്റൻഷൻ ആണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അറ്റൻഷൻ ആണ്. പിന്നെ നിലനിർത്തലാണ്. നിലനിർത്തൽ, റീടെൻഷൻ. ഇതിലില്ല മക്കളെ, സ്ലൈഡിലില്ല. സ്ലൈഡിൽ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ പറയണതാണ് കേട്ടോ. കുറച്ച് സമയം കൂടി ഉള്ളത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ശ്രദ്ധ, പിന്നെ നിലനിർത്തല്. അപ്പൊ അറ്റൻഷൻ, പിന്നെ റിട്ടൻഷൻ വരുന്നുണ്ട്. അറ്റൻഷൻ വരുന്നുണ്ട്, റിട്ടൻഷൻ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ്, പ്രകടനം വരുന്നുണ്ട്. പെർഫോമൻസ്, പ്രകടനം. പിന്നെ അഭിപ്രേരണ കേട്ടോ, മോട്ടിവേഷൻ. അപ്പൊ ഒന്നും കൂടെ പറയാം. ഒന്ന് ശ്രദ്ധ, നിലനിർത്തൽ, പ്രകടനം, അഭിപ്രേരണ. അതായത് അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ്. അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ്, മോട്ടിവേഷൻ. അറ്റൻഷൻ, റിട്ടൻഷൻ, പെർഫോമൻസ്, മോട്ടിവേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്താണ് പ്രൊയാക്റ്റീവ് ഇൻഹിബിഷനും എന്താണ് റിട്രാക്റ്റീവ് ഇൻഹിബിഷനും, അല്ലെങ്കിൽ എന്താണ് റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ, എന്താണ് പ്രൊയാക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണ് 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 അറിയാവുന്ന ഒരു ടൈപ്പ് ചെയ്യട്ടോ. എന്താണ് റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ, എന്താണ് പ്രൊയാക്റ്റീവ് ഇൻഹിബിഷൻ? ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ ടൈപ്പ് ചെയ്യാത്തത്? അപ്പൊ റിട്രാക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയത് മറക്കും. എന്നാല് പ്രൊയാക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാലോ നമ്മൾ പഠിച്ച ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിപ്പോകും കേട്ടോ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊയാക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്.
ഇപ്പം ബുദ്ധന്റെ തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതേപോലെ ജൈനമത തത്വങ്ങൾ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ബുദ്ധമത തത്വങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, കുട്ടി എഴുതി വയ്ക്കുന്ന മുഴുവൻ ജൈനമത തത്വങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ വരുന്നതിനാണ് പ്രൊയാക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് സംസാരിച്ചത്, നല്ല നല്ല കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പൊ റെസിപ്രോക്കൽ ടീച്ചിങ് ആണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പേര് നിങ്ങൾക്ക് ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും അല്ലെ കേൾക്കണത് അല്ലെ? ദിവ്യന്തു പാലിൻസർ എന്ന് പറഞ്ഞ ആളാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കൊണ്ടുവന്നത്. ഇതൊന്നും നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മുടെ BEd പഠിക്കുന്ന സമയത്തോ അങ്ങനെയുള്ള സമയത്തോ ഒന്നും ഇല്ല. ഇപ്പൊ പുതിയ എഡീഷനിൽ കയറി വന്നാണ്. ഇപ്പൊ BEdും ഇതൊക്കെ 2 കൊല്ലം ആക്കിയല്ലോ. അപ്പൊ അങ്ങനെ കുറെ വന്നപ്പോ എന്താണ് കുറെ കാര്യങ്ങൾ കയറി വന്നു. ഇപ്പൊ പാലിൻസർ refers reciprocal teaching to an instructional activity that take place in the form of a dialogue between teachers and students in which participant takes turns assuming the role of a teacher. ഇവിടെ കുട്ടികൾ തന്നെ ടീച്ചറായിട്ട് മാറുകയാണ് കേട്ടോ, പാലിൻസർ. ഓക്കെ, പിന്നെ പറഞ്ഞു 4 ഫാബ് എന്താന്ന് പറഞ്ഞു. ആ 4 ഫാബിൽ എന്തൊക്കെയാണ്? സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് ക്ലാരിഫൈങ്, SQPC. സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, അതേപോലെ തന്നെ സമ്മറൈസിങ്, ക്വസ്റ്റ്യനിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് ക്ലാരിഫൈങ് ട്ടോ. പിന്നെ അതിന്റെ സ്റ്റേജസ് എന്താ പറഞ്ഞ? ടീച്ചർ ഡെമോൺസ്ട്രേഷൻ, സ്റ്റുഡന്റ് ലേണിംഗ് ആൻഡ് പ്രാക്ടീസ്, ടീച്ചർ സ്റ്റുഡന്റ് ഗ്രൂപ്പ്, സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ. ഇപ്പൊ ചിലപ്പോൾ ചോദിക്കും വാട്ട് ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പൊ എന്താ? സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ അറിയാമെങ്കിൽ മാത്രല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ. ചിലപ്പോ നമ്മളുടെ ഭാഗ്യക്കേടിന് പെടുന്ന ചോദ്യം വന്നുകൂടാന്നൊന്നില്ല. അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്റ്റുഡന്റ് സെൽഫ് റെഗുലേഷൻ. ഓക്കെ, ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് മാപ്പിംഗ്. പിന്നെ കോൺസെപ്റ്റ് മാപ്പിംഗ് നോക്കുക. കോൺസെപ്റ്റ് മാപ്പ് ഈസ് എ വിഷ്വൽ ഓർഗനൈസേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. ഇറ്റ് ഷോസ് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് among them. You create a concept map by writing keywords, sometimes enclosed in shapes such as circles, boxes, triangles, etc., and then drawing arrows between the ideas that are related. ബന്ധമില്ലാത്തടത്ത് ബന്ധപ്പെടുത്തി വരയ്ക്കുന്ന ഒരു ആശയഭൂപടം, അതിനെയാണെന്ന് പറയുന്നത് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അതും പറഞ്ഞു. പിന്നെ ലേണിംഗ് ആസ് അസസ്മെന്റ്, ലേണിംഗ് ഫോർ മനസ്സിലായില്ലേ? ഓഫ് എന്ന് പറഞ്ഞാൽ സമ്മേറ്റീവ് വാല്യുവേഷന് ശേഷം, ഈ ഫോർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഇത് മനസ്സിലായില്ലേ ഉന്താസ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കോളജിയുടെ ക്ലാസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആഴ്ചയിലൊക്കെ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങള് ഷെയർ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഉണ്ടായത്. ഇനിയിപ്പോ പൈസ കിട്ടിയിട്ട് വേണം നമ്മളിപ്പോ പ്ലസ്സിൽ അങ്ങനെ പോകാനായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതെ, റഫറൽ കോഡ് സുമി രാജേഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പൈസ അടയ്ക്കേണ്ട സംഭവങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് 10% കിട്ടും. അതിൽ 6000 അങ്ങനെയാന്ന് തോന്നുന്നു. ഒരു കൊല്ലത്തേക്ക് 6000 രൂപയാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഡീറ്റെയിൽ ക്ലാസ് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും നാളത്തെ കാര്യം എനിക്ക് ഉറപ്പില്ല. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ എന്താണ് ആഴ്ചയിൽ ഉണ്ടാവും എന്തായാലും ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ, എന്നാ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓക്കെ.